ഒരു ഭാഗ്യവാൻ. കേരള കോളേജിൻ്റെ മൈതാനത്ത് കളിച്ചു വളർന്ന ആളാണ്. അടുത്ത് KFN ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടുള്ള ആളാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. വൈസ് പ്രസിഡന്റ്. അതേപോലെ സെക്രട്ടറി വന്നിട്ടുണ്ടോ? ഇവിടെ നിൽക്കുന്നവരൊക്കെ വലിയ നിലയിൽ ഫുട്ബോൾ കളിച്ചവരാണ്. ഷാഫുണ്ടി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ജീവിച്ചിരിപ്പില്ല. കേരളം കണ്ട ഏറ്റവും നല്ല ഫുട്ബോൾ കോച്ചസിൽ ഒരാൾ. അദ്ദേഹത്തിൻ്റെ 3 വർഷ കോച്ചിങ് ക്യാമ്പിലൂടെ വന്ന ആളാണ്. ഇതിൻ്റെ ചാർജ് വഹിക്കുന്ന മറ്റൊരു വ്യക്തി ശ്രീ രാകേഷ് രാമചന്ദ്രൻ. അദ്ദേഹം കോച്ചിങ് ലൈസൻസ് ഒക്കെ എടുത്തിട്ടുള്ള ആളാണ്. ബിജു ജോസഫ്, ഫോർമർ കേരള കോളേജ് ക്യാപ്റ്റൻ, യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ. സത്യൻ, ഫുട്ബോളിനേക്കാൾ കബഡി കളിച്ച ആളാണ്. ലോക്കൽ മാൻ, ചീഫ് ഓർഗനൈസർ. രാമചന്ദ്രൻ ഈ കോളേജിൻ്റെ അത്ലീറ്റായിരുന്നു, യൂണിവേഴ്സിറ്റി അത്ലീറ്റ്. KC വർഗീസ് വലിയ നേതാവാണെന്ന്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രോട്ടറാണ്. അദ്ദേഹം ഹോസ്പിറ്റാലിറ്റിയിൽ വർക്ക് ചെയ്യണം. ഫുട്ബോൾ പ്ലെയറായിരുന്നു. മറ്റ് പല ഗെയിമുകളും കളിച്ചിട്ട് ഈ കോളേജിൻ്റെ ജനറൽ ക്യാപ്റ്റനാണ്. ഗോകുലൻ, നിങ്ങൾ ഫുട്ബോൾ കളിച്ചിരുന്നു. നിങ്ങളുടെ പ്രായത്തിലുള്ളൊരു കാണില്ല. വേറെ അദ്ദേഹം ഫുട്ബോൾ നല്ല നിലയിൽ കളിച്ചിരുന്ന ആളാണ്. അറിയപ്പെടുന്ന റഫറിയാണ്, ഫുട്ബോൾ ക്വാളിഫൈഡ് റഫറി. ഇത് ശശികുമാർ, റിട്ടയർഡ് SP. അദ്ദേഹം ഹോക്കിയാണ് കളിച്ചിരുന്നത്. കാനാട്ടുകാരക്കാരനാണ്. കളിയുടെ താല്പര്യം കൊണ്ട് മാത്രം ഒന്നാണ്. ഇവരൊക്കെയാണ് സർവജ്ഞനെന്ന് വിശേഷിപ്പിക്കാവുന്ന കോളേജിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും യൂണിവേഴ്സിറ്റിയുടെയും ഒക്കെ ഗോൾ കീപ്പറായിരുന്ന പ്രേംദാസ്. അദ്ദേഹം കൈവയ്ക്കാത്ത ഫീൽഡുകളൊന്നുമില്ല. ഫുട്ബോൾ, ഹാൻഡ്ബോൾ. പിന്നെ അവസാനം സായിയുടെ കോച്ചായിരുന്ന കളക്ടറെ പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ്. കളിയിൽ കൂടെ വളർന്നു വന്ന ആളാണ്. ശ്രീ പ്രസാദ്, കേരള കോളേജ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഹോക്കി പ്ലെയർ ആയിരുന്നു. കാനാട്ടുകരയാണ്. എൻ്റെ ഗുരുനാഥൻ്റെ മകനാണ്. ഇദ്ദേഹത്തിന് സ്വന്തം നിലയ്ക്ക് കളിച്ചു വളർന്നു വന്ന ഒരു സെൽഫ് മെയ്ഡ് മാൻ, ബാബു കെ ആൻഡോ. ഏത് ഫുട്ബോൾ ടീമിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ലെഫ്റ്റ് ഫുട്ടർ. കേരള കോളേജിൽ ഒന്നുമല്ലാതെ വന്ന് ഇവിടെ കളിച്ച് യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റൊക്കെ കളിച്ചു. കേരള സ്റ്റേറ്റ് മാത്രമല്ല, മഹാരാഷ്ട്ര സ്റ്റേറ്റും. ഒരു ദേശീയ തലത്തിൽ എന്തോ ചാൻസ് ഇല്ലാതെ വരാതിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഫുട്ബോൾ കോച്ചിങ് അദ്ദേഹമാണ് ഇതിൻ്റെ പ്രധാന ചാർജ്, ഈ ക്യാമ്പിൻ്റെ പ്രധാന ചാർജ്. രാജാറാം, ഡോക്ടർ രാജാറാം, അദ്ദേഹം വൈദ്യം, ന്യൂട്രീഷൻ എല്ലാം അറിയും. അതിന് പുറമെ ഗുസ്തി, വെയ്റ്റ് ലിഫ്റ്റിംഗ്, ഇതിൻ്റെ ശാരീരിക ശേഷി വളർത്താൻ വെയ്റ്റ് ട്രെയിനിങ് ഒക്കെ പഠിപ്പിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു ജിംനേഷ്യം നടത്തുന്നുണ്ട്. ഇവരൊക്കെയാണ് ഇതിൻ്റെ ചാർജ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇത്രയും നല്ല സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ കോച്ചസ് ഉള്ള ഒരു ക്യാമ്പ് വേറെ ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് ചെറിയ ഫീസ് കൊടുക്കേണ്ടി വരും. അത് ഞാൻ ആദ്യമേ പറയുകയാണ്. ഞങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളെ സഹായിക്കാൻ പറ്റും. സ്പോൺസേഴ്സ് ഇതൊക്കെ. ഇത് ലാഭത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരല്ല. ഇവരാരും പ്രതിഫലം പറ്റി ജോലി ചെയ്യുന്നവരല്ല. ഔട്ട് ഓഫ് ലവ് ഓഫ് ഫുട്ബോൾ ദേ ഹാവ് കം ഹിയർ. ഈ ക്യാമ്പ് ഞാനിപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ താമസം പാലക്കാട്ടാണ്. അവിടുന്ന് 10-80 കിലോമീറ്റർ താണ്ടി അടുത്ത ഡിസംബർ വന്നാൽ ഞാൻ 88 വയസ്സുകാരനാവും. ഞാനിപ്പോൾ 100 നിൽക്കുന്നത് എൻ്റെ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ കളിച്ചു വളർന്നുണ്ടാവും. ഇത് ഫുട്ബോൾ കളിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും പാപ്പച്ചന്മാരോ അല്ലെങ്കിൽ ബെന്നിയോ ഒന്നും ആവാൻ പറ്റില്ല. അത് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുമില്ല. നിങ്ങളെല്ലാവരെയും ദേശീയ തലത്തിൽ എത്തിച്ചോളാമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഉടമർക്ക് ആവാം, പക്ഷേ ഇവിടെ നോ റെക്കമെൻഡേഷൻ, നോ ബാക്ക് ഡോർ മെത്തേഡ്സ്. നിങ്ങൾ മെറിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ
എത്തിയിരിക്കും എന്നുള്ളത് അതിന് വഴി കാണിക്കുകയാണ് ഞങ്ങളുടെ ചുമതല. നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം, മാനവികത, മനുഷ്യ സ്നേഹം, ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ട വിധം, എല്ലാറ്റിലും ഉപരി രാജ്യസ്നേഹം, ഇതാണ് ഈ ക്യാമ്പിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. നിങ്ങളെ നല്ലൊരു വ്യക്തി, നല്ലൊരു പൗരനാക്കി വളർത്തുക കൂടിയാണ് എൻ്റെ പ്രധാന ലക്ഷ്യം.